السلام عليكم ورحمة الله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അല്ലാഹുവിന്റെ രക്ഷയും സമാധാനവും നൽകുന്നു. നമ്മിലേവരെയും സദാവർഷവുമാണ്. കരുണവാനായ റബ്ബിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി അതുപോലെയുള്ളവരായി ജീവിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മേവരെയും നശ്വരമായ ഈ ലോക ജീവിതത്തിന്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അല്ലാഹുവിന്റെ കോടതി ഉത്തരം പറയേണ്ടതുണ്ട്. നാളെ വരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സർക്കാരുകൾക്കോ അല്ലാഹുവിന്റെ കോടതിയിൽ നമ്മെ തുറക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ലെങ്കിൽ സ്നേഹത്തിന്റെ ഭാഷയിൽ എണ്ണയിൽ നിൽക്കുന്നതിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ, ഒരു മുഅ്മിനിന്റെയോ മുസ്ലിമിന്റെയോ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വളരെ പ്രധാനമായ ഒരു വിഷയമാണ് തൗഹീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ സംസാരിക്കുമ്പോൾ അഭിസംബോധന ചെയ്തത് യാ അയ്യുഹൽ മുഅ്മിനൂന എന്നോ അല്ലെങ്കിൽ യാ അയ്യുഹൽ മുസ്ലിമൂൻ എന്നോ അല്ല, യാ അയ്യുഹൻ നാസ് എന്നാണ്. അല്ലയോ മനുഷ്യർ, ഉഅ്ബുദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കുക. അല്ലദീ, എങ്ങനെയുള്ള രക്ഷിതാവ്, ഖലഖക്കും, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും പഠിച്ചത് അവൻ തന്നെയാണ്, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ള ആളുകളായിരിക്കാം. അല്ലദീ, എങ്ങനെയുള്ള രക്ഷിതാവാണ് അവൻ, ജഅല ലക്കുമുൽ അർദ ഫിറാശ, അവനാണ് നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ വിധാനിച്ചു തന്നത്, വസ്സമാഅ ബിനാഅ, ആകാശത്തെ നിങ്ങൾക്ക് വേണ്ടി മേൽക്കൂരയാക്കി തന്നത് അവനാണ്. فأخرج به من الثمرات رزقا لكم وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم. ഉപരിലോകത്ത് നിന്ന് മഴ വർഷിപ്പിക്കുകയും അതിലൂടെ വ്യത്യസ്തങ്ങളായ വൈജാത്യങ്ങളും വൈഭവങ്ങളും അടങ്ങുന്ന ധാന്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ മുളപ്പിച്ചു തരികയും ചെയ്തത് അവനാണ്. فلا تجعلوا لله أندادا وأنتم تعلمون. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യരുത്, അല്ലാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, തൗഹീദിനെ
3 ശാഖകളായി പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലൊന്നാമത്തത് തൗഹീദുർ റുബൂബിയ്യ, രണ്ടാമത്തത് തൗഹീദുൽ ഉലൂഹിയ്യ, മൂന്നാമത്തത് അൽ അസ്മാഉ വസിഫാത്തില്ലാ. ഒന്നാമത്തത് അല്ലാഹുവിന്റെ രക്ഷാധികാരത്തിലുള്ള തൗഹീദാണ്. ഈ ലോകത്തെ സൃഷ്ടിച്ചതും ഈ ലോകത്തെ പരിപാലിക്കുന്നതും ഈ ലോകത്തിന്റെ തദ്ബീറും ഖാലിഖുമെല്ലാം അല്ലാഹുവാണ്. മുദബ്ബിറും ഖാലിഖും ഹാലിഖുമെല്ലാം അല്ലാഹുവാണ് എന്ന വിശ്വാസം മാത്രമല്ല, ആ വിശ്വാസത്തിൽ അല്ലാഹുവിനെ ഏകപ്പെടുത്തുക, അല്ലാഹു മാത്രമാണ് എന്ന് വിശ്വസിക്കുക. രണ്ടാമത്തത് ഈ സൃഷ്ടിപ്പും നിയന്ത്രണവും എല്ലാം നടത്തുന്ന അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ, ഇബാദത്തിന് അർഹനെന്ന് അവനെ ആ വിഷയത്തിൽ ഏകപ്പെടുത്തുക. മൂന്നാമത്തത് അല്ലാഹുവിനുള്ള അസ്മാഉകൾ, അവന്റെ നാമങ്ങൾ, വസിഫാത്ത്, അവന്റെ ഗുണങ്ങൾ, അത് അല്ലാഹുവിന് മാത്രമുള്ളതാണ് എന്ന രീതിയിൽ അവനെ ഏകപ്പെടുത്തുക. ഈ 3 വിഷയങ്ങൾ പണ്ഡിതന്മാർ ഒരുപാട് നമുക്ക് വിശദീകരിച്ചിട്ടുള്ളതാണ്. ഒന്നാമത്തെ വിഷയം നമ്മൾ നോക്ക്, തൗഹീദുർ റുബൂബിയ്യ. തൗഹീദുർ റുബൂബിയ്യ വളരെ വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മാത്രമല്ല, ഖുർആനിലേക്ക് നോക്കാതെ തന്നെ നമ്മുടെ ദൃശ്യപ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ വളരെ വ്യക്തമായി നമുക്ക് തൗഹീദുർ റുബൂബിയ്യ കാണാൻ പറ്റുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അത് എടുത്തു പറയുന്നത്, അല്ലാഹു പറയാണ്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. നിശ്ചയം ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ രാത്രിയുടെയും പകലിന്റെയും മാറി മാറിയുള്ള വരവിൽ ചിന്തിക്കുന്ന ബുദ്ധിയുള്ള ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ആ ബുദ്ധിയുള്ള ജനങ്ങളുടെ അടയാളം എന്താണ്? അല്ലദീന യദ്കുറൂനല്ലാഹ്, അവർ സദാ അല്ലാഹുവിനെ ഓർക്കുന്നവരാണ്. ഖിയാമൻ നിന്നുകൊണ്ടും വഖുഊദൻ ഇരുന്നുകൊണ്ടും അലാ ജുനൂബിഹിം കിടന്നുകൊണ്ടും സദാ അല്ലാഹുവിനെ സ്മരിക്കുന്നവരാണ്, ഓർക്കുന്നവരാണ്. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ഇവിടെയാണ് നാം അടിവരയിടേണ്ടത്. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ ഖൽഖിൽ, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ അവർ ചിന്തിക്കുകയും ചെയ്യുന്നതാണ്, ആലോചിക്കുകയും ചെയ്യുന്നതാണ്. എന്നിട്ട് അതിന്റെ പരിണിത ഫലം എന്താണ്? റബ്ബനാ, അവർ പറയുകയാണ്, ഞങ്ങളുടെ രക്ഷിതാവേ, മാ ഖലഖത ഹാദാ ബാതിലാ, നീ ഇതൊന്നും അർത്ഥമില്ലാതെ പടച്ചതല്ല, നീ ഇതൊന്നും വൃഥാവിലായി പടച്ചതല്ല. സുബ്ഹാനക, ഇതെല്ലാം സൃഷ്ടിച്ച ഈ മഹാസൃഷ്ടിപ്പിന്റെയും ഈ മഹാവൈജാത്യങ്ങളുടെയും റബ്ബായ അല്ലാഹുവേ, നീ എത്രമാത്രം പരിശുദ്ധനാണ്. ഫഖിനാ അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങൾക്ക് നീ മോചനം നൽകുകയും ചെയ്യണേ. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നക മൻ തുദ്ഖിലിന്നാർ, ആരെയാണോ നീ നരകത്തിൽ പ്രവേശിപ്പിച്ചത്, ഫഖദ് അഖ്സൈത, അവൻ നീ അങ്ങേയറ്റം നിന്ദിച്ചിരിക്കുകയാണ്, നാണം കെടുത്തിയിരിക്കുകയാണ്, ഇകഴ്ത്തിയിരിക്കുകയാണ്, അപമാനിച്ചിരിക്കുകയാണ്. വമാ ലിദ്ദാലിമീന മിൻ അൻസാർ, അക്രമകാരികളായ ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള സഹായികളും ഈ ലോകത്ത് ഉണ്ടായിരിക്കുന്നതല്ല. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നനാ സമിഅനാ, ഞങ്ങളിതാ കേട്ടിരിക്കുകയാണ്, മുനാദിയ യുനാദി ലിൽ ഈമാൻ, ഈമാനിലേക്ക് ക്ഷണിക്കുന്ന ക്ഷണിതാവിന്റെ ക്ഷണത ഞങ്ങൾ കേട്ടിരിക്കുകയാണ്. അൻ ആമിനൂ ബിറബ്ബികും ഫആമന്നാ, ഞങ്ങളുടെ രക്ഷിതാവിൽ വിശ്വസിക്കാൻ വേണ്ടിയാണ് അവർ ക്ഷണിക്കുന്നത്. ഫആമന്നാ, അപ്പോൾ ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുകയാണ്. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഫഗ്ഫിർ ലനാ ദുനൂബനാ, ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണമേ. വകഫിർ അന്നാ സയ്യിആതിനാ, ഞങ്ങളുടെ ദോഷചെയ്തികൾ നീ മറച്ചു വെക്കുകയും ചെയ്യണമേ. വതവഫനാ മഅൽ അബ്റാർ, സത്വരായ അബ്റാറുകളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ മരിപ്പിക്കുകയും ചെയ്യണമേ. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, വആതിനാ, ഞങ്ങൾക്ക് നീ നൽകുകയും ചെയ്യണമേ. മാ വഅദ്തനാ അലാ റസൂലിക്, നീ നിന്റെ ദൂതന്മാരിലൂടെ, പ്രവാചകന്മാരിലൂടെ എന്താണോ ഞങ്ങൾക്ക് വാഗ്ദാനം നൽകിയത്, അത് നീ ഞങ്ങൾക്ക് പൂർത്തീകരിച്ചു തരികയും ചെയ്യണേ. വലാ തുഖ്സിനാ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഞങ്ങളെ നീ നാണം കെടുത്തി
വാക്ക് ലംഘിക്കാത്തവനാണ്, വാക്ക് പാലിക്കുന്നവനാണ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിനെ നിരീക്ഷിച്ചുകൊണ്ട് അവസാനം അള്ളാഹുവിലേക്ക് താഴ്മയോടുകൂടി മടങ്ങുന്ന, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന, റബ്ബിനോട് പാപമോചനത്തിനെയും നരകമോചനത്തിനെയും തേടുന്ന വിശ്വാസികളെ കുറിച്ചാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ശരിക്കും ഒരു മുസ്ലിമിന് ഉണ്ടാവുന്ന ക്വാളിറ്റിയാണ്, ഒരു മുസ്ലിമിന് ഉണ്ടാവേണ്ട ക്വാളിറ്റിയാണ്. അവൻ ചുറ്റുപാടും നിരീക്ഷിക്കണം. വെറുതെ ഇങ്ങനെ ജനിച്ചു, എതിരോ പോയി ജീവിച്ചു, എവിടെയോ പോയി മരിച്ചു, ആ ഒരവസ്ഥ മുസ്ലിമിന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞാൽ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ വൽഫുൽകി അല്ലതി തജ്രി ഫിൽ ബഹരി ബിമാ യൻഫഉൻ നാസ് വമാ ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണി പറഞ്ഞിട്ടുള്ള പറയാണ്. ഈ വിഷയങ്ങളിലെല്ലാം ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ടെന്നാണ്. ഒന്ന് നിരീക്ഷിക്കാൻ നമ്മൾ തയ്യാറാണ്. നമ്മളൊന്ന് നോക്കി പ്രിയപ്പെട്ടവരെ, രാത്രി കാലങ്ങളിൽ ആകാശത്തേക്ക് നോക്കുമ്പോ എത്ര നക്ഷത്രങ്ങളാണ് നമ്മൾ കാണുന്നത്? ആകാശത്ത് എത്ര നക്ഷത്രങ്ങളുണ്ട്? അല്ലാഹു പറഞ്ഞ സമാവാത്ത് എന്നതുകൊണ്ട് അല്ലാഹു സൂചിപ്പിക്കുന്നത് പ്രപഞ്ചത്തെ കൂടിയാണ്. അതിന്റെ തെളിവെന്താ? വലഖദ് സയ്യന സമാഅ ദുനിയ ബിമസാബിഹ്. ഒന്നാമത്തെ ആകാശത്തെ ഒരുപാട് വിളക്കുകൾ കൊണ്ട് അല്ലാഹു അലങ്കരിച്ചു എന്നുള്ളതാണ്. സമാഅ ദുനിയ, സമാഅ ദുനിയാണ് പ്രപഞ്ചം, അതിന്റെ കീഴിലുള്ളതാണ് ഈ മഹാപ്രപഞ്ചം. നമ്മൾ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണം എത്രയാണ് എന്ന് ഒരാൾക്ക് ഇതുവരെ നിജപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. നിജപ്പെടുത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പക്ഷേ നമ്മുടെ ഗാലക്സിയായ ക്ഷീരപഥത്തിൽ മിൽക്കി വേ പോലെയുള്ള കോടിക്കണക്കിന് ഗാലക്സി പ്രപഞ്ചത്തിലുണ്ട്. എത്ര ഉണ്ടെന്ന് അറിയില്ല. മനുഷ്യന്റെ ടെലസ്കോപ്പുകൾ നേടുന്നതോറും പ്രപഞ്ചത്തിന്റെ ആധിക്യം നൽകുകയാണ്. അറ്റം കണ്ടെത്താൻ മനുഷ്യന് പറ്റുന്നില്ല. അറ്റം പോയിട്ട് 10% വരെ കണ്ടെത്താൻ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല. പ്രപഞ്ചത്തിന്റെ 10% പോലും കണ്ടെത്താൻ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല. ഒന്ന് ആലോചിച്ചു, പ്രപഞ്ചത്തിന്റെ വലുപ്പത്തിലെയാണ്. ആസ്ട്രോണോമേഴ്സ് പറയുന്നത് ഈ ക്ഷീരപഥത്തിൽ മാത്രം 20,000 കോടി മുതൽ 40,000 കോടി വരെ നക്ഷത്രങ്ങൾ ഉണ്ടെന്നാണ്. എത്ര? 1 കോടി 2 കോടിയും 100 കോടിയും അല്ല, 20,000 കോടി മുതൽ 40,000. ആ എണ്ണം നമുക്ക് നിജപ്പെടുത്താൻ പറ്റുന്നില്ല. 20,000 കോടി മുതൽ 40,000 കോടി വരെയുള്ള നക്ഷത്രങ്ങൾ ക്ഷീരപഥത്തിൽ മാത്രം. ഒരു നക്ഷത്രത്തിന്റെ വലുപ്പത്രയാണ്. സാമാന്യം ചെറുതായ ഒരു നക്ഷത്രമാണ് സൂര്യൻ. 14 കോടി 80 ലക്ഷത്തി ചില്ലാനും കിലോമീറ്റർ അപ്പുറത്താണ് സൂര്യന്റെ പ്രകാശപടികൾ. ചൂടുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. കോവിഡ് കാരണം AC ഒന്ന് ഓഫാക്കിയപ്പോ നിസ്കാരത്തിൽ ഇങ്ങനെ വേർത്ത് കുളിക്കാണ്. 14 കോടി കിലോമീറ്റർ അപ്പുറത്താണ് അതിന്റെ കിരണങ്ങൾ വരുന്നത്. എന്നിട്ട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആ സൂര്യന്റെ വലുപ്പം ആസ്ട്രോണോമേഴ്സ് പറയുന്നത് 15 ലക്ഷത്തോളം ഭൂമിയെ ഉൾക്കൊള്ളാൻ മാത്രം വ്യാപ്തിയുള്ളതിന്. 15 ലക്ഷം, 15 ലക്ഷം. പാപ്പിശ്ശേരി എത്താനുള്ള സമയം അരമണിക്കൂറാണ്, മണിക്കൂറാണ്. 8-9 കിലോമീറ്റർ. ഈ ഭൂമി മുഴുവൻ സഞ്ചരിച്ച് നിൽക്കുന്ന മനുഷ്യർ എത്ര ദിവസം എടുക്കും, എത്ര മാസങ്ങൾ എടുക്കും, ചിലപ്പോൾ വർഷങ്ങൾ എടുക്കും ഓരോ നാടുകളും സഞ്ചരിച്ച് നിൽക്കാൻ. ആ ഭൂമിയെ പോലെയുള്ള 15 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാൻ മാത്രം വ്യാപ്തി നമ്മൾ എടുത്തു കാണുന്ന സൂര്യന് മാത്രമുണ്ട്. ആ സൂര്യനെ പോലെയുള്ള 20,000 കോടി മുതൽ 40,000 കോടി വരെയുള്ള നക്ഷത്രങ്ങൾ ഈ ക്ഷീരപഥത്തിൽ മാത്രമുണ്ടെന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനല്ല, അല്ലാഹുവിന്റെ റസൂലല്ല. ടെലസ്കോപ്പ് ഉപയോഗിച്ച് നിരീക്ഷിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞന്മാരാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, സുബ്ഹാനല്ലാഹ്, എത്രമാത്രമാണ് ഈ പ്രപഞ്ചത്തിന്റെ മാത്രം വലുപ്പം. അതുപോലെയുള്ള ഗാലക്സികൾ എത്ര കിടക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ മുഴുവനിയത്ത് നമുക്ക് കണക്കാക്കാൻ പോലും പറ്റാത്തതിന്റെ അപ്പുറത്താണ്. പടച്ചവന്റെ കാര്യം സൂറത്തുൽ ഇസ്രായിൽ എന്തറിയോ? യസ്അലൂനക അനിർ റൂഹ് ഖുൽ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. അവരോട് ആത്മാവിനെ കുറിച്ച് ചോദിക്കാൻ. ഖുൽ റൂഹു മിൻ അംരി റബ്ബി, അവരോട് പറയണം ആത്മാവ് അല്ലാഹുവിന്റെ കാര്യത്തിൽ പെട്ടതാണ്, റൂഹ് അല്ലാഹുവിന്റെ കാര്യത്തിൽ പെട്ടതാണ്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. വലിയ വലിയ കാര്യങ്ങളോ ചോദിക്കാൻ മാത്രം അവർ വളർന്നിട്ടില്ല. കാരണം അവർക്ക് നൽകപ്പെട്ട അറിവ് വളരെ വിരളമാണ്, വളരെ കുറച്ചാണ് അവർക്ക് നൽകപ്പെട്ട അറിവ്. ഇന്നും പ്രപഞ്ചത്തിൽ എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫിനെ കുറിച്ച് മനുഷ്യർ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കാം. ഈ അടുത്ത കാലത്ത് 1000 കോടി പ്രകാശവർഷം, 10 ബില്യൺ പ്രകാശവർഷം അകലെ മനുഷ്യൻ കണ്ടെത്തിയ ഒരു സംഭവം ഉണ്ടായി. അതായത് ഭൂമിയിലെ കടലിലുള്ള വെള്ളത്തിനേക്കാൾ 140 ലക്ഷം കോടി കണക്കൂട്ടണമെന്ന് കുറച്ച് സമയം 140 ലക്ഷം കോടി, അതായത് 140 ട്രില്യൺ ഇരട്ടിയിലധികം വരുന്ന വെള്ളത്തിന്റെ സംഭരണിയെ 1000 കോടി പ്രകാശ വർഷം അകലെ കണ്ടെത്തിയ നാഷണൽ. പക്ഷെ കാര്യം
മൈസൂരിൽ നിന്ന് അവിടെ കയറി 10 ടൺ പച്ചക്കറി എത്തിക്കണമെങ്കിൽ ലോറിക്കാരന് കൊടുക്കണം 10-12,000 രൂപ. അതുകൊണ്ട് അവിടെ നിങ്ങോട്ട് വെള്ളം എത്തിക്കാന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ട, പഠിക്കണ്ട. അതെന്തായാലും സാധ്യമല്ല. പക്ഷെ അങ്ങനെയും ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ ഒരുക്കി വെച്ചത് എന്തൊക്കെയാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമുക്കറിയില്ല. അത് കണ്ടെത്താൻ മാത്രം മനുഷ്യൻ വളർന്നിട്ടുമില്ല. വളരെ കുറച്ച് മാത്രമേ അറിവ് അല്ലാഹു മനുഷ്യന് നൽകിയിട്ടുള്ളൂ. എന്നിട്ടല്ല പറയാണ്, ഭൂമിയുടെ സൃഷ്ടിപ്പിലും അത്ഭുതമാണ്. ഈ ഭൂമിയിൽ എന്തൊക്കെയുണ്ട്, എങ്ങനെയൊക്കെയാണ് ഈ ഭൂമിയെ വിധാനിച്ചത് നമുക്കറിയില്ല. മനുഷ്യന്റെ ക്യാമറ കണ്ണുകളും സാറ്റലൈറ്റിന്റെ ദൃശ്യങ്ങളും കടന്നു ചെല്ലാത്ത ഭൂമിയിലെ പല പ്രദേശങ്ങളും ഇന്നുമുണ്ട്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന സ്പീഷീസുകളെ കുറിച്ച് മുഴുവനായി പഠിക്കാൻ മനുഷ്യർ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കടലിന്റെ അടിയിൽ, സമുദ്രങ്ങളുടെ അടിയിൽ ഏതൊക്കെ രീതിയിലുള്ള ജീവികളുണ്ട് എന്ന് പഠിക്കാൻ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല. സമുദ്രത്തിന്റെ ഏറ്റവും അടിയിലേക്ക് പോകാൻ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല, കഴിയുകയുമില്ല. അത്രമാത്രം പ്രയാസമാണ്. ബഹിരാകാശത്തേക്ക് പോകുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് സമുദ്രത്തിന്റെ അടിയിലേക്ക് പോകാൻ വേണ്ടി. അവിടെ എന്തുണ്ടെന്ന് മനുഷ്യർ കണ്ടുപിടിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുപാട് ജീവികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ അങ്ങനെ വിട്ടിരിക്കുകയാണ്. ഏതൊക്കെ തരത്തിലുള്ള ജീവികൾ, ഓരോ ജീവികളുടെ ഈ റീപ്രൊഡക്ഷൻ പ്രോസസ് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. മുയലിലെ മുയൽ കാണാൻ സുന്ദരാണ് മുയൽ. ആ മുയൽ പ്രസവിക്കാനാവുമ്പോൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? അതിന്റെ ശരീരത്തിലുള്ള രോമങ്ങൾ മുഴുവനും പറിച്ചിട്ടുണ്ട് അതിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കുഞ്ഞിനെ സ്വീകരിക്കാനുള്ള മെത്തയാക്കി വെക്കാണ് മുയൽ. ആരാണ് മുയൽ പറഞ്ഞു കൊടുത്തത് ഇങ്ങനെ ചെയ്യാൻ? ആരാണ് മുയൽ പറഞ്ഞു കൊടുത്തത്? സീബ്ര അറിയോ? സീബ്ര പ്രസവിച്ചു കഴിഞ്ഞാൽ പെൺസീബ്രകൾ വല്ലാതെ വയലന്റാവും. എന്നിട്ട് ആ സീബ്ര ഈ കുട്ടിനെ കൊല്ലാൻ നോക്കുന്നതാണ്. അമ്മ കുട്ടിനെ കൊല്ലാൻ നോക്കും. കുട്ടിനെ ചവിട്ടാനും കടിക്കാനൊക്കെ ഇങ്ങനെ നോക്കുമ്പോ അതിന്റെ അച്ഛനുണ്ടാവും. ഈ പെൺസീബ്രയുമായി ഇണചേർന്ന ജനിച്ച സീബ്ര കുട്ടിയുടെ അച്ഛൻ, അതിന്റെ ഉപ്പ അവിടെ ഉണ്ടാവും. ആ ഉപ്പയാണ് അതിനെ സംരക്ഷിച്ചു പിടിക്കുക. സ്കൂളിലും കോളേജിലും പോവാത്ത, കമ്മ്യൂണിക്കേഷന് പോലും കഴിവില്ലാത്ത ആ ആൺ സീബ്രക്ക് ആരാണ് പറഞ്ഞു കൊടുത്തത്? ഇത് തന്റെ ബീജത്തിൽ പറഞ്ഞ കുട്ടിയാണ്. ആരാണ് അതിന് പഠിപ്പിച്ചു കൊടുത്തത്? പ്രിയപ്പെട്ടവരെ, അങ്ങനെ എത്രങ്ങാനും അത്ഭുതങ്ങൾ. ഉറുമ്പുകളെ കണ്ടിട്ടുണ്ട് നിങ്ങൾ? ഉറുമ്പിങ്ങനെ അതിന്റെ മുകളിലോട്ട് ഇങ്ങനെ വരിവരിയായി പോകുന്നിട്ടില്ലേ? നിങ്ങൾ വിചാരം എന്താ? വേഗത്ത് ഉറങ്ങും, മുന്നത്ത് ഉറങ്ങും നോക്കി അതിന്റെ വേഗത്ത് ഉറങ്ങും അതിന്റെ മുന്നിൽ അങ്ങനെ പോകാൻ അല്ല. അതിന്റെ കമ്മ്യൂണിക്കേഷൻ ഫെറോമോണുകളിലൂടെയാണ്. ആ ഫെറോമോണുകൾ നൽകുന്ന സന്ദേശത്തിലൂടെയാണ് ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നത്. ഒരു ഉറുമ്പിങ്ങനെ പോകുമ്പോൾ അതിന്റെ മുന്നിൽ വരട്ടോ, ആ വരണ്ടെടുത്തൊന്നും വാച്ച് ഉറുമ്പിങ്ങനെ ആ നഷ്ടപ്പെട്ടതുപോലെ കഴിക്കും. അങ്ങോട്ടും തിരിയും, ഇങ്ങോട്ടും തിരിയും, ഇങ്ങോട്ടാ പോകട്ടെ. കാരണം അവിടെ നിങ്ങൾ വരയിടുമ്പോ ആ ഫെറോമോണുകൾക്കനുസരിച്ച് അത് പോകാണ്. ആ ഫെറോമോൺ അവിടെ കട്ടാവാണ്. പിന്നെ അങ്ങോട്ട് പോകണമെന്ന് ആ പാവത്തിന് അറിയില്ല. ഉറുമ്പുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഫെറോമോണുകളിലൂടെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ആകാശ ഭൂമികളിലുള്ള എല്ലാ സൃഷ്ടികളും അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുകയാണ്. വലാകിൻ ലാ തഫഖഹൂന തസ്ബീഹഹും. അവരുടെ തസ്ബീഹ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, മനസ്സിലാക്കാൻ പറ്റൂല. ഉറുമ്പുകൾ പക്ഷേ അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നത് ഫെറോമോണുകളിലൂടെ ആയിരിക്കാം. ചെടികളും പുല്ലുകളും മരങ്ങളും എല്ലാം അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നത് നമ്മൾ പുറപ്പെടുവിക്കുന്നത് പോലെയുള്ള ശബ്ദങ്ങളിലൂടെ ആകണമെന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് അങ്ങേയറ്റം നിഗൂഢതയിലും അതോടൊപ്പം മനുഷ്യന് പഠിക്കാനുള്ള ഒരുപാട് വാതായനങ്ങൾ തുറന്നിട്ടുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യന് പകരം, ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യന് പകരം 20 ലക്ഷം ഉറുമ്പുകളുണ്ടെന്നാണ് കണക്ക്. എത്രയാണ് ഉറുമ്പുകളുടെ കണക്ക്? ഈ ഉറുമ്പുകൾക്ക് മുഴുവൻ തീറ്റ കൊടുക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ടണ്ണുകണക്കിന്, കിൻഡൽ കണക്കിന് ഭക്ഷണം കഴിക്കുന്ന തിമിംഗലങ്ങൾ, ലക്ഷക്കണക്കിന് തിമിംഗലങ്ങൾ കടലിൽ നീന്തി തുടിക്കുന്നുണ്ട്. ഇവയെല്ലാം ഓരോ ദിവസവും കിൻഡൽ കണക്കിന് ഭക്ഷണം കഴിക്കാൻ അവർക്ക് അന്നം കൊടുക്കുന്നത് അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ ഖുൽഖ് എന്ന് പറയുന്നത്, സൃഷ്ടിപ്പ് എന്ന് പറയുന്നത്, അല്ലാഹുവിന്റെ റൂഹിയത്ത് എന്ന് പറയുന്നത് അത്രമാത്രം വിശാലമാണ്. നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ നോക്കിയാൽ മതി. നമ്മുടെ തലച്ചോറ് 1.5 കിലോളം തൂക്കം വരുന്ന നമ്മുടെ തലച്ചോറ് എത്രമാത്രം അത്ഭുതവഹമാണ്. എത്രയോ കോടിക്കണക്കിന് ഗ്രന്ഥങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ തലച്ചോറിനുണ്ട്. നാം കഴിക്കുന്ന ഭക്ഷണം, ആ ഭക്ഷണം കഴിച്ച് വയറ്റിൽ നിന്ന് ദഹിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ദഹനരസങ്ങൾ കാലിചുപ്പിനെ പോലും തുമ്പിച്ച് കളയാൻ ശേഷിയുള്ളതാണ്. പക്ഷേ അല്ലാഹു പെട്രോളിയം ഗ്രന്ഥികളുടെ ശ്ലേഷ്മസ്ഥലങ്ങൾ മാറ്റി മാറ്റി കൊണ്ടുവന്ന് നമ്മുടെ കുടലിനെ സംരക്ഷിക്കാണ്. എന്നിട്ട് നാം കഴിക്കുന്ന ഭക്ഷണത്തെ സുന്ദരമായ രീതിയിൽ ദഹിപ്പിച്ച് നമുക്ക് തരാൻ 1,15,000 തവണയാണ് നമ്മുടെ ഹൃദയങ്ങൾ മിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സെക്കൻഡ് പിടിപ്പ് നിന്നാൽ ഡോക്ടർ പറയും മയോകാർഡിയോയിഡ്
ഫ്രാക്ഷൻ, അറ്റാക്ക് വന്ന് മരിച്ചു, ഇനിയൊന്നും കൊള്ളൂല. ഒരു വർഷം 40,000 തവണയാണ് നമ്മുടെ കിഡ്നി നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ വില അറിയണമെങ്കിൽ 2 കിഡ്നികളും നഷ്ടപ്പെട്ട് 2 കിഡ്നിയും കേടിലായി ഡയാലിസിസിന് പോയി മണിക്കൂറുകൾ കിടക്കുമ്പോ, ശരീരത്തിന്റെ അകത്തേക്ക് സൂചി കുത്തി കഴിച്ചുമ്പോ മണിക്കൂറുകളോളം ബെഡിൽ ഇങ്ങനെ മലർന്നും കമിഴ്ന്നും ചെരിഞ്ഞും കിടന്ന് കഷ്ടപ്പാട് അനുഭവിക്കുമ്പോ, എന്നിട്ട് അതും പോരാണ്ട് പോക്കറ്റിലെ പണം ഇങ്ങനെ എണ്ണി കൊടുക്കുമ്പോ പോക്കറ്റിലെ പണവും കഴിഞ്ഞ് ഔദാര്യത്തിന്റെ മുന്നിലേക്ക് കയ്യും വെട്ടിരിക്കുന്ന സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിൽ ഒരുക്കിയ ഈ സംവിധാനങ്ങളുടെ വിലകളെല്ലാം നമുക്ക് മനസ്സിലാക്കുന്നത്. നമ്മുടെ ശരീരത്തിലേക്ക് നോക്കിയാൽ, പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ, ഭൂമിയിലേക്ക് നോക്കിയാൽ, ജീവജാലങ്ങളിലേക്ക് നോക്കിയാൽ, പ്രിയപ്പെട്ടവരെ, അവിടെയെല്ലാം അല്ലാഹുവിന്റെ റുബൂബിയത്ത് വളരെ വ്യക്തമായി കാണാൻ നമുക്ക് കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് സൂറത്തുൻ നബയിലൂടെ ഓരോ വിഷയങ്ങൾ എടുത്തു ചോദിക്കാൻ, അല്ലാഹു ചോദിക്കാൻ, അലം നജഅലിൽ അർദ മിഹാജാ, ഭൂമിയെ നിങ്ങൾക്ക് വാസയോഗ്യമായി നാം ഒരുക്കി തന്നില്ലേ, വൽ ജിബാല ഔതാദാ, പർവ്വതങ്ങളെ ആ ഭൂമിക്ക് നാം ആണികളാക്കുകയും ചെയ്തില്ലേ, വഖലഖനാകും അസ്വാജാ, നിങ്ങളുടെ വംശീയ നിലനിൽപ്പിന് വേണ്ടി നിങ്ങളെ നാം ഇണകളാക്കി സൃഷ്ടിക്കുകയും ചെയ്തില്ലേ, വജഅൽനാ നൗമകും സുബാതാ, ഉറക്കം നിങ്ങൾക്ക് ഒരു വിശ്രമമാക്കി ഞാൻ തന്നില്ലേ, വജഅൽനാ ലൈല ലിബാസാ, രാത്രികളെ ഇരുട്ടാക്കിക്കൊണ്ട് നിങ്ങൾക്ക് നാം വിശ്രമിക്കാനുള്ള സമയമാക്കി തന്നില്ലേ, വജഅൽനാ നഹാറ മആശാ, പകൽ സമയങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ വിഭവങ്ങൾ തേടുന്നതിന് വേണ്ടിയുള്ള ജീവിത സന്ധാന വേളയാക്കി ഞാൻ നിങ്ങൾക്ക് ഒരുക്കി തന്നില്ലേ, വബനൈനാ ഫൗഖകും സബ്അൻ ശിദാദാ, നിങ്ങൾക്ക് മുകളിൽ ശക്തമായ 7 ആകാശങ്ങൾ നാം പടച്ചു വെക്കുകയും ചെയ്തില്ലേ, വജഅൽനാ സിറാജൻ വഹാജാ, ഉപരിലോകത്ത് കത്തിച്ചൊലിക്കുന്ന വിളക്ക് നാം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നില്ലേ, വഅൻസൽനാ മിനൽ മുഅ്സിറാതി മാഅൻ തജ്ജാജാ, ഉപരിലോകത്ത് നിന്ന് കുത്തിയൊഴുകുന്ന മഴവെള്ളം നാം നിങ്ങൾക്ക് വേണ്ടി ഇറക്കി തന്നില്ലേ, ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാതാ, ആ മഴയിലൂടെ വൈജാത്യങ്ങളാകുന്ന പച്ചക്കറി വർഗ്ഗങ്ങളും ധാന്യങ്ങളും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ നിന്ന് പുറപ്പെടുവിച്ചില്ലേ, വജന്നാതിൻ അൽഫാഫാ, ഇടതൂർന്ന തോട്ടങ്ങളും പഴവർഗ്ഗങ്ങളുടെയും ഈത്തപ്പഴങ്ങളുടെയും മത്തിപ്പഴങ്ങളുടെയും അതുപോലെ നാനാജാതി വൈഭവങ്ങളാകുന്ന പഴവർഗ്ഗങ്ങളുടെ പച്ചക്കറികളുടെ ധാന്യങ്ങളുടെ തോട്ടങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആ മഴയിലൂടെ ഞാൻ ഉണ്ടാക്കി തരികയും ചെയ്തില്ലേ. സൂറത്തിന്റെ അബോധനത്ത് വായിച്ചു നോക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു വെച്ച ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് പറയാൻ, ഇതാണ് തൗഹീദുർ റുബൂബിയ്യത്ത്. ഇതെല്ലാം ചെയ്തത് അല്ലാഹു മാത്രമാണ്, അതിൽ ഒരു പങ്കും ആർക്കും ഇല്ല എന്ന പൂർണ്ണമായ വിശ്വാസം, അടിയുറച്ച വിശ്വാസമാണ് നമുക്കുണ്ടാകേണ്ടത്. അവിടെയാണ് തൗഹീദുർ റുബൂബിയ്യത്ത് പൂർത്തിയാകുന്നത്. പ്രിയപ്പെട്ടവരെ, ആ തൗഹീദുർ റുബൂബിയ്യത്തിൽ ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായത് വളരെ കുറവാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. തൗഹീദുർ റുബൂബിയ്യത്തിൽ വലിയ വിഷയങ്ങൾ ഉണ്ടായിട്ടില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കക്കാർക്ക് പഠിപ്പിച്ചു കൊടുത്തത് തൗഹീദുർ റുബൂബിയ്യത്തല്ല. ആദം അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരെ കടന്നു വന്ന പ്രവാചകന്മാർ പ്രധാനമായി അവരുടെ സമുദായങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് തൗഹീദുർ റുബൂബിയ്യത്തല്ല. എന്താ പഠിപ്പിച്ചു കൊടുത്തത്? എന്തുകൊണ്ടാണ് പഠിപ്പിക്കാത്തത്? അല്ലാഹ് പറയുന്നത് പരിശുദ്ധ ഖുർആനിൽ, വലഇൻ സഅൽതഹും, അല്ലാഹുവിന്റെ റസൂലേ താങ്കൾ അവരോട് ചോദിച്ചാൽ, എന്ന് ചോദിച്ചാൽ, മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആരാണ് ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിച്ചത് എന്ന് അവരോട് ചോദിച്ചാൽ, ലയഖൂലുന്ന അല്ലാഹ്, അവർ പറയുകയാണ് അല്ലാഹുവാണ് സൃഷ്ടിച്ചത്. തൗഹീദുർ റുബൂബിയ്യ ആര് പറയുന്നതാണ് പറഞ്ഞത്? അബൂബക്കർ സിദ്ദീഖും ഉമർ ഇബ്നു ഖത്താബും ഉസ്മാൻ ഇബ്നു അഫ്ഫാനും അല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലെ റസൂലിന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്ന സഹാബത്തിനോട് ചോദിച്ചാൽ പറയുന്നല്ല പറഞ്ഞത്, മറിച്ച് അബൂജഹലും അബൂലഹബും മുത്വത്തും ഷൈബത്തും വലീദ് ഇബ്നു മുഗൈറയും അടങ്ങുന്ന മുശ്രിക്കുകളുടെ കൂട്ടങ്ങൾ, അല്ലാഹുവിന്റെ ശത്രുക്കൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ ശത്രുക്കൾ, അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരീ മറുപടി പറയുന്നത് പറഞ്ഞത്. പിന്നെ എന്തിനാണ് ബദർ ഉണ്ടായത്? പിന്നെ എന്തിനാണ് ഉഹുദ് ഉണ്ടായത്? പിന്നെ എന്തിനാണ് അഹ്സാബും ഖന്ദഖും എല്ലാം ഉണ്ടായത്? പ്രിയപ്പെട്ടവരെ, അതിന്റെ ഉത്തരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അഫ്ദലു മാ ഖുൽതു അന വന്നബിയ്യീന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനും എനിക്ക് മുൻപ് കടന്നു വന്ന സകല പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഉന്നതമായ വാക്ക് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്
ഉണ്ടാക്കിയിട്ടുള്ളത്? എവിടെയും കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്? ആ ഉലൂഹിയത്ത് പറയുന്നവരെ മാത്രമേ ശ്മശാന വിപ്ലവക്കാരെന്ന് വിളിക്കുള്ളൂ. ആ ഉലൂഹിയത്ത് പറയുന്നവരെ മാത്രമേ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവരെന്ന് വിളിക്കുള്ളൂ. നിങ്ങളൊരു സ്ഥലത്ത് പോയിട്ട് അള്ളാഹുവിന്റെ റുബൂബിയത്ത് സംസാരിച്ചാൽ, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പും അതുപോലെ ഈ ജീവജാലങ്ങളുടെ അത്ഭുതങ്ങളെല്ലാം പറഞ്ഞ് അള്ളാഹുവിന്റെ മഹത്വം പറഞ്ഞ് നിങ്ങളാരും കുറ്റം പറയില്ല. പക്ഷേ അള്ളാഹു മാത്രമാണ്, ഈ റബ്ബ് മാത്രമാണ് ഇബാദത്തിന് അർഹൻ. നിങ്ങൾക്ക് സങ്കടവും പ്രയാസവും വരുമ്പോ ആ റബ്ബിനെ മാത്രം നിങ്ങൾ വിളിക്കണം എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് അവരുടെ ഹൃദയത്തിൽ പ്രശ്നം ഉണ്ടാവുക. അപ്പോഴാണ് അവർ ഈ ഹൃദയത്തിൽ കുഴപ്പമുണ്ടാവുക. വഹാബിയാണല്ലോ, ഇപ്പൊ മുജാഹിദാണല്ലോ, ഇവരുടെ കുറ്റത്തിരിപ്പുണ്ടാക്കി. അവിടെയാണ് പ്രശ്നം. ഉലൂഹിയത്ത് പറയുന്നിടത്താണ് പ്രശ്നം. എന്നാൽ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരെല്ലാം പ്രധാനമായി പറഞ്ഞത് സൂറത്തുൽ അറാഫിൽ ഓരോ പ്രവാചകന്മാരെ എടുത്തെടുത്തെടുത്തെടുത്തെന്ന് പറയുന്നുണ്ട്. ലഖദ് അർസൽനാ നൂഹൻ, ലഖദ് അർസൽനാ സ്വാലിഹൻ, ലഖദ് അർസൽനാ ലൂതൻ, ലഖദ് അർസൽനാ ശുഐബൻ. എല്ലാവരും വന്നിട്ട് പറഞ്ഞെന്തറിയോ? അനിഅബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കണം, അവനല്ലാതെ നിങ്ങൾക്ക് ഇലാഹില്ല. അനിഅബ്ദുല്ലാഹ മാ ലക്കും മിൻ ഖാലിഖിൻ ഗൈറു അല്ല പറഞ്ഞത്. മാ ലക്കും മിൻ മാലികിൻ ഗൈറു അല്ല പറഞ്ഞത്. മാ ലക്കും മിൻ മുദബ്ബിരിൻ ഗൈറു അല്ല പറഞ്ഞത്. അവനല്ലാതെ ശിഷ്ടാവില്ലാന്നല്ല പറഞ്ഞത്. അവനല്ലാതെ രാജാവില്ലാന്നല്ല പറഞ്ഞത്. അവനല്ലാതെ നിയന്താവില്ല എന്നല്ല പറഞ്ഞത്. അവനല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്നാണ് പ്രവാചകന്മാരായ പ്രവാചകന്മാരെ മുഴുവനും പ്രഖ്യാപിച്ചത്. അവിടെയാണ് പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഉണ്ടായത്. എവിടെയും ഏത് കാലത്തും തൗഹീദുൽ ഉലൂഹിയത്തിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇന്നും അതിൽ തന്നെയാണ് തർക്ക വിതർക്കങ്ങൾ ഉണ്ടാകുന്നത്. മമ്പരച്ചതങ്ങളെ എന്ന് വിളിക്കുന്നാൽ ഒരുപക്ഷെ എന്തുണ്ടാവില്ല, തൗഹീദുൽ റുബൂബിയ്യത്തിനോട് ചേർത്തിട്ടുണ്ടാവില്ല. അവൻ അടിയുറച്ച് വിശ്വസിക്കും, എന്നെ പഠിച്ചതല്ല, എന്റെ ഉമ്മാനിപ്പാനെ പഠിച്ചതല്ല, എനിക്ക് തിന്നാൻ തരുന്നതല്ല, കുടിക്കാൻ തരുന്നതല്ല, ധരിക്കാൻ തരുന്നതല്ല, എന്റെ വീടുണ്ടാക്കി തരുന്നത് അല്ലാഹ്, എല്ലാം അല്ലാഹുവാണ്. പക്ഷേ സങ്കടം വരുമ്പോ അല്ലാഹുവിനെ പറഞ്ഞ് ഞാൻ ചില ആളുകളെ കൂടി വിളിക്കും. ആ ആളുകളായൊക്കെയാണ് ക്ഷേത്രങ്ങളാണ്, മമ്പറത്തങ്ങളാണ്, ഫൗജിയാണ്, ഉള്ളാളത്തങ്ങളാണ്. കേവലം പേരുകൾ മാത്രമേ മാറിയിട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ, മക്ക മുശ്രിക്കുകളും ഇന്നിന്റെ ആളുകൾ വിളിക്കുന്നതിൽ കേവലം പേരുകൾ മാത്രമേ മാറിയിട്ടുള്ളൂ. അന്നിന്റെ ആളുകൾ ലാത്തയെ വിളിച്ചു, ഇന്ന് പകരം മൊയ്തീനെ വിളിക്കുന്നു, അന്ന് ഉസ്സയെ വിളിച്ചു. വിശ്വാസം വളരെ സെയിമാണ്. കാരണം സാധാരണ ഗതിയിൽ പറയാറുള്ളത് എന്താണെന്നറിയോ? ഇലാഹായിട്ട് കണ്ടാൽ മാത്രമേ എന്താവുള്ളൂ, ശിർക്കാവുള്ളൂ എന്നാണ്. ഞാന് സാധാരണ ഗതിയിൽ എന്ന് പറയുന്ന ഒരു ഉദാഹരണം, നമ്മള് ഒരു ഗ്ലാസ് ചൂടുവെള്ളം നമ്മൾ എടുക്കുന്നില്ല. എന്നിട്ട് ആ ചൂടുവെള്ളത്തില് കുറച്ച് ചായപ്പൊടി, കുറച്ച് പഞ്ചസാര ഇട്ടാൽ അതിന് നമ്മളെന്താ പറയാ? എന്താ നമ്മളതിന് പറയാ? കട്ടൻ ചായ. ഇനി ഒരാൾ വന്നിട്ട് പറയാൻ ബൂസ്റ്റാണെന്ന് പറഞ്ഞാൽ ഓനത് പറയാനല്ലാതെ ഓൻ പറഞ്ഞത് കൊണ്ട് കട്ടൻ ചായ ബൂസ്റ്റ് ആവുകയോ, അല്ലെങ്കിൽ ഓൻ പറഞ്ഞത് കൊണ്ട് കട്ടൻ ചായ ഓർഗനൈസ് ആവുകയോ, പാൽ ചായ ആവുകയോ. കട്ടൻ ചായ ഒരു ചൂടുവെള്ളം, ഒരു ഗ്ലാസ് ചൂടുവെള്ളം, ഒരു ഗ്ലാസ് കട്ടൻ ചായ ആവണമെങ്കിൽ അതിന് ചില സാധനങ്ങൾ വേണം. അതായത് അതിന് ചില സിഫത്തുകൾ വേണം. ആ സിഫത്തുകൾ പൂർത്തിയായത് കട്ടൻ ചായയാണ്. അത് ആരെന്ത് പറഞ്ഞാൽ കട്ടൻ ചായയാണ്. ഇതുപോലെ തന്നെ മക്കാ മുശ്രിക്കുകൾ ലാത്തയും ഉസ്സയും മനാത്തയും ദൈവമായി എന്ന് റസൂൽ പറയുന്നതിനോട് അവർക്ക് ചില സിഫത്തുകൾ ഏൽപ്പിച്ചു കൊടുത്തിരുന്നു. ആ സിഫത്തുകൾ ഖിയാമത്ത് നാൾ വരെ ആർക്ക് ഏൽപ്പിച്ചു കൊടുത്താലും അത് ദൈവമാക്കൽ തന്നെയാണ്, ഇലാഹാക്കൽ തന്നെയാണ്. ഈ കാര്യങ്ങൾ മുഴുവൻ വൈദിശേഷങ്ങൾക്കും അമൃതങ്ങൾക്കും കൊടുത്തിട്ട് അവര് പറയാണ്, നമ്മൾ ഇലാഹാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കട്ടൻ ചായയും പഞ്ചായത്ത വെള്ളത്തിന് ബൂസ്റ്റ് എന്ന് പറയുന്നവരാണ്. അത്രയുള്ള വ്യത്യാസം. ഇവിടെ ആലോചിച്ച് നോക്ക്. ഇവിടെ പറയുന്ന സാധാരണ രീതിയിൽ പറയുന്നത് എന്താണ്? നമ്മള് അവർക്ക് സ്വയം പര്യാപ്തതയുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. ആരാ സ്വയം പര്യാപ്തതയെന്ന് വിശ്വസിച്ചത്? ആരാ സ്വയം ലാത്തയെ വിളിക്കുന്ന അബൂജഹൽ ലാത്തക്ക് സ്വയം പര്യാപ്തതയുണ്ടെന്ന് വിശ്വസിച്ചിട്ടുണ്ടോ? ഉസ്സയെ വിളിക്കുന്ന അബൂലഹബ് ഉസ്സയ്ക്ക് സ്വയം പര്യാപ്തതയുണ്ടെന്ന് വിശ്വസിച്ചിട്ടുണ്ടോ? ഇല്ല. എന്താ തെളിവ്? മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആ ഹദീസ് എന്താണ്? ആ ഹദീസിൽ ഇവർ പറഞ്ഞ തൽബിയത്താണ്. എന്താണ് തൽബിയത്ത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. അവർ പറയാണ്, അല്ലാഹുവേ, ഞങ്ങളിതാ ഹാജറാണ്, ഞങ്ങളിതാ നിന്റെ വിളിക്കുത്തരം നൽകിയിരിക്കുകയാണ്. ലാ ശരീക ലക, നിനക്ക് പങ്കുകാരില്ല റബ്ബേ. ആരാ പറയുന്നത്? മക്കാ മുശ്രിക്കുകൾ. എന്നിട്ട് തൊട്ടടുത്ത് പറയുകയാണ്, ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. ആ വാക്ക് ശരീക്കുകൾ പഠിച്ചോ? ഇല്ലാ ശരീകൻ, ഏത് തരത്തിലുള്ള പങ്കുകാരില്ലാതെ
അവൻ എന്തൊക്കെ കഴിവുണ്ടോ, ആ ശരീരത്തിന് എന്തൊക്കെ കഴിവുകളുണ്ടോ, എന്തൊക്കെ അധികാരങ്ങളുണ്ടോ, ആ അധികാരങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ആരുടേതാണ്? നിന്റേതാണ്. അവർക്ക് സ്വയം ഒരു കഴിവുമില്ല, നീ കൊടുത്ത കഴിവ് മാത്രമേ ഉള്ളൂ എന്ന് വിളിച്ച അബൂലഹബിനോടും ഉത്ബത്തിനോടും ശൈബത്തിനോടാണ് റസൂൽ പറഞ്ഞത്, നിങ്ങൾ വിളിക്കുന്നത് ശിർക്കാണ്. അങ്ങനെ അവർ വിളിക്കുന്നത് ശിർക്കാവുമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്നിന്റെ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ ഉലൂഹിയത്തിൽ പങ്കുചേർക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവ് കൊണ്ട് പറയുകയും ഹൃദയം കൊണ്ട് 1000 ഇലാഹുകളെ പകരമായി വെക്കുകയും ചെയ്യുന്നവർ വിളിക്കുന്നത് എങ്ങനെ ശിർക്കല്ലാതെയാവും? എങ്ങനെ അല്ലാഹുവിൽ പങ്കുചേർക്കുന്നതല്ലാതെയാവും? അതുകൊണ്ട് മനസ്സിലാക്കുക, തൗഹീദുൽ ഉലൂഹിയത്തിലാണ് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്, എപ്പോഴും തർക്കങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അവിടെയാണ് പ്രശ്നം വരാൻ സാധ്യത, അവിടെയാണ് നാം വളരെയധികം സൂക്ഷിക്കേണ്ടത്. അവസാനമായി അല്ലാഹുവിന്റെ നാമങ്ങളും അവന്റെ വിശേഷ ഗുണങ്ങളുമാണ്. അല്ലാഹുവിന് ഒരുപാട് നാമങ്ങളുണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അല്ലാഹുവിന് ഒരുപാട് നല്ല നല്ല പേരുകളുണ്ട്. ഫദ്ഉഹു ബിഹാ. ആ പേരുകൾ വിളിച്ചിട്ട് അല്ലാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. റഹ്മാനുർ റഹീമുൽ മലിക്കുൽ ഖുദ്ദൂസ് അസ്സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ الخالق البارئ المصبر الغفار القهار الوهاب الرزاق الفتاح العليم القابض الباسط الرافع المعز المذل السميع البصير الحكم العدل اللطيف الخبير. എന്നിങ്ങനെ 99 നാമങ്ങൾ പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹുവിന്റേതായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ നാമങ്ങൾ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. ആ നാമങ്ങളിൽ തന്നെ അല്ലാഹുവിന്റെ വിശേഷങ്ങളുമുണ്ട്. അല്ലാഹ് അൽ ഇലാഹ് ആരാധിക്കപ്പെടുന്നവൻ, അർ റഹീം കരുണാനിധി, അർ റഹ്മാൻ പരമകാരുണികൻ. കരുണാനിധിയും പരമകാരുണികനും തമ്മിൽ വ്യത്യാസമുണ്ട്. കരുണാനിധി എന്ന് പറഞ്ഞാൽ കരുണയെ നിധിയായി സൂക്ഷിക്കുന്നവനാണ്. ആ കരുണ എല്ലാവർക്കും സപ്ലൈ ചെയ്യൂല, ആ കരുണ മൊത്തത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യൂല. അർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ പരമകാരുണികനാണ്. പരമകാരുണികൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനോടും കരുണ കാണിക്കുന്നവൻ. സകല ജീവജാലങ്ങളോടും, വിശ്വസിച്ചവരോടും വിശ്വസിക്കാത്തവരോടും, തെമ്മാടികളോടും മുഅ്മിനുകളോടും മുത്തഖികളോടും എല്ലാം ഒരുപോലെ കരുണ കാണിക്കുന്നവൻ. റഹ്മാൻ. അല്ലാഹുവിനെ തെളിവിളിക്കുന്നവനും പടച്ചോൻ തിന്നാൻ കൊടുക്കും, അല്ലാഹുവിനെ അനുസരിക്കാത്തവനും അല്ലാഹു വെള്ളം കൊടുക്കും, അവനും കൊടുക്കും അല്ലാഹു ജീവിതത്തിന്റെ സൗകര്യങ്ങൾ. ആ റബ്ബിന്റെ സിഫത്തിനെയാണ് അർ-റഹ്മാൻ എന്ന് പറയുന്നത്. എന്നാൽ അർ-റഹീം എന്ന് പറഞ്ഞാൽ പരലോകത്തെത്തി കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഈ കോമൺ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവില്ല, അല്ലാഹുവിന്റെ മൊത്തത്തിലുള്ള ഈ കരുണയുടെ സപ്ലൈ ഉണ്ടാവില്ല. അത് ചില ആളുകൾക്ക് മാത്രമായിട്ട് ചുരുങ്ങും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അല്ലാഹുവിന് 100 കാരുണ്യങ്ങളുണ്ട്. ആ 100 കാരുണ്യത്തിൽ ഒരു കാരുണ്യം അല്ലാഹു ലോകത്തിന് മൊത്തം വിധിച്ചു നൽകുന്ന, എല്ലാവർക്കും വിധിച്ചു നൽകി, എല്ലാവർക്കും അത് കൊടുക്കും, ആർക്കും കൊടുക്കാതിരിക്കില്ല. എന്നാൽ ബാക്കി 99 കാരുണ്യമുണ്ട്. ആ 99 കാരുണ്യത്തിലാണ് അല്ലാഹുവിന്റെ മറ്റേ സിഫത്ത് എടുക്കുക. ഏത് സിഫത്ത്? കരുണാനിധി, അർ-റഹീം. ചില ആളുകൾക്ക് മാത്രമായി അല്ലാഹു നൽകുന്നത്. സുബ്ഹാനല്ലാഹ്. ആലിശപ്പെട്ടവരെ, 1000-ൽ ഒരാളാണ് സ്വർഗ്ഗത്തിൽ കടക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗ്ഗവാസികൾ നരകവാസികളെക്കാൾ ന്യൂനപക്ഷമായിരിക്കും എന്ന് പരിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം യഅജൂജ് മഅജൂജ് ബനി ആദമിൽ പെട്ടതാണ്. ആ യഅജൂജ് മഅജൂജുകൾ മൊത്തം നരകത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മനുഷ്യകുലത്തിൽ സ്വർഗ്ഗത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ നരകത്തിലായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ യഅജൂജ് മഅജൂജിനോടും അല്ലാഹു ഈ ലോകത്ത് കരുണാണിക്കും. ആ യഅജൂജ് മഅജൂജിനോടും ഈ ലോകത്തുള്ള കരുണാണിക്കും. അവർക്കും വെള്ളം കൊടുക്കുന്നത് അല്ലയാണ്, അവർക്കും ഭക്ഷണം കൊടുക്കുന്നത് അല്ലയാണ്, അവരുടെ ശരീരത്തിലെ സകല സംവിധാനങ്ങളും തെറ്റാതെ നിയന്ത്രിക്കുന്നത് അല്ലയാണ്. യഅജൂജ് മഅജൂജിന് വരെ ഫിർഔന് കൊടുത്തത് അല്ലയാണ്, നമ്രൂദിന് കൊടുത്തത് അല്ലയാണ്. അല്ലാഹു അന്നം കൊടുക്കാത്ത ആരും ലോകത്ത് കഴിഞ്ഞുവിട്ടില്ല. എന്നാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ മഹാഭൂരിപക്ഷം വരുന്ന ഈ പരമകാരുണികളെ അല്ലാഹുവിന്റെ സിഫത്തിലൂടെ കാരണങ്ങളുള്ള ആളുകളെ അല്ലാഹു നരകത്തിലേക്കാക്കും. എന്നിട്ട് ന്യൂനപക്ഷം വരുന്ന ഒരു വിഭാഗത്തെ അല്ലാഹു സ്വർഗ്ഗത്തിലാക്കും. ആ സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ന്യൂനപക്ഷത്തിനാണ് 99 കാരുണ്യവും നൽകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ന്യൂനപക്ഷത്തിൽ ഉൾപ്പെടാനുള്ള മഹാഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. അല്ലാഹു റിസർവ് ചെയ്ത് വെച്ച പടച്ചറപ്പ് മാറ്റി വെച്ച അവന്റെ കരുണയുടെ വലിയ കടലിൽ നിന്ന് ആവോളം അനുഭവിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. മരണം വരെ തൗഹീദിൽ ഉറച്ചു നിൽക്കുന്ന വഹ്ദാനിയത്തിൽ ഉറച്ചു നിൽക്കുന്ന മുവഹിദുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തുന്നതല്ല. ജീവിതത്തിന്റെ എന്തെന്ത് പ്രതിസന്ധികളിലും നിന്നോട് മാത്രം സങ്കടം പറയുകയും വേവലാതി പറയുകയും ചെയ്യുന്ന
ജീവിക്കുന്ന യഥാർത്ഥ മുവഹിദുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. മരിക്കുന്നത് വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറച്ചു നിൽക്കാനും മരിക്കുന്ന സമയം ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചു നിൽക്കാനും اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. وآخر دعوانا أن الحمد لله رب العالمين. والسلام عليكم.